മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. തിരുവനന്തപുരം DCC ചുമതല മുൻ നിയമസഭാ സ്പീക്കർ N ശക്തന്. പാലോട് രവി രാജിവെച്ചതിനെ തുടർന്നാണ് ശക്തന് ചുമതല നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി D ബിനോയ് ചേരുന്നു. ബിനോയ്, പാലോട് രവി ഇന്നലെ രാജിവെച്ച ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ആരായിരിക്കും അടുത്ത തിരുവനന്തപുരം DCC ചുമതല നിർവഹിക്കുന്ന ആൾ എന്നൊരു ചോദ്യം നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ മുൻ നിയമസഭാ സ്പീക്കറായ N ശക്തനാണ് തിരുവനന്തപുരം DCC ചുമതല എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ ചേർന്ന അടിയന്തര KPCC യോഗം, അതായത് ഓൺലൈനായി ചേർന്ന KPCC യോഗത്തിന് തൊട്ടു പിന്നാലെയാണ് N ശക്തനെ തിരുവനന്തപുരം DCCയുടെ ചുമതല ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. AICC നേതൃത്വം കൃത്യമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അല്പം പോലും കാലതാമസമില്ലാതെ പുതിയ DCC താൽക്കാലിക പ്രസിഡന്റിനെ കണ്ടെത്തണം എന്നുള്ളത്. 3ഓളം പേരുകൾ പരിഗണിച്ചിരുന്നെങ്കിൽ പോലും VS ശിവകുമാർ, ഒപ്പം M വിൻസെന്റ്, അതുകൂടാതെ N ശക്തൻ. അപ്പോൾ ജില്ലയിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന നിലയ്ക്ക് പരിചയസമ്പത്തും എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് N ശക്തനെ ഇപ്പോൾ താൽക്കാലിക ചുമതല നൽകിയിരിക്കുന്നത്. മാത്രവുമല്ല, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടെയുള്ള പരാതികൾ കേൾക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വളരെ വേഗത്തിൽ താഴെ തട്ട് മുതലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ N ശക്തന് ഇപ്പോൾ DCC പ്രസിഡന്റ് ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് തന്നെ ചുമതല ഏൽക്കും എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ള ആരോപണങ്ങളും ചർച്ചകളും നീണ്ടു പോകുന്നതിന് മുമ്പ് തന്നെ ഒരു DCC താൽക്കാലിക അധ്യക്ഷനെ KPCCക്ക് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് അല്പം ആശ്വാസകരമായ കാര്യമാണ്. N ശക്തനെ സംബന്ധിച്ചോളം അദ്ദേഹം സ്പീക്കറായിരുന്നും MLA ആയിരുന്നും ഒക്കെ പ്രവർത്തന പരിചയമുണ്ട്. ഒപ്പം തിരുവനന്തപുരം ജില്ലയിലെ ഒട്ടുമിക്ക ആളുകളുമായും പ്രവർത്തകരുമായും ഒക്കെ നല്ല ബന്ധമുള്ള ഒരു നേതാവ് കൂടിയാണ് N ശക്തൻ. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും എത്തിയിട്ടുള്ള ഒരു നേതാവ് നിലയ്ക്കുമാണ് N ശക്തനെ ഇപ്പോൾ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. താൽക്കാലിക ചുമതലയാണെങ്കിലും ഏകദേശം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ N ശക്തന് തുടരേണ്ടി വരും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പാലോട് രവി ആകട്ടെ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി തന്നെ രാജിവെച്ച് ഒഴിയുകയും ചെയ്തു. അത് AICC നിർദ്ദേശം കൃത്യമായും KPCC അറിയിക്കുകയും KPCCയുടെ ആവശ്യമനുസരിച്ച് തന്നെയായിരുന്നു രാജി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കാരണം പാലോട് രവി നൽകിയ വിശദീകരണങ്ങളൊന്നും തന്നെ AICCയോ KPCCയോ അംഗീകരിക്കാൻ തയ്യാറായില്ല. പ്രത്യേകിച്ചും വലിയ തരത്തിലുള്ള സാഹചര്യം, അതായത് കോൺഗ്രസിന് ഭരണം കിട്ടുന്ന തരത്തിലേക്കുള്ള ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പാർട്ടി വിരുദ്ധ പ്രചരണം പോലെ തന്നെയുള്ള ഒരു പ്രവർത്തനം തന്നെയായിരുന്നു ഫോണിലൂടെ തൊട്ടടുത്തൊരു പ്രവർത്തകനുമായി സംസാരിച്ചത്. ഒരിക്കൽ പോലും ഒരു തിരുത്തൽ ശക്തിയായി മാറേണ്ട DCC പ്രസിഡന്റുമാർ ഇത്തരത്തിൽ ഈ ആരോപണങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോകുന്നതിനോടുള്ള വിയോജിപ്പ് കൂടി അറിയിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് വിശദീകരണം ആദ്യഘട്ടത്തിൽ തേടിയത്. ആ ഫോൺ സംഭാഷണം പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ചർച്ചയായപ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ആവശ്യപ്പെട്ടു. ആ വിശദീകരണം അദ്ദേഹം നൽകിയെങ്കിലും അതിൽ പൂർണ്ണ തൃപ്തി അല്ലായിരുന്നു AICCയും KPCCയും. തുടർന്ന് അദ്ദേഹം രാജിക്ക് സന്നദ്ധത അറിയിക്കുകയായിരുന്നു. രാജി സ്വീകരിക്കുകയും വലിയ ചർച്ചകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തില്ല. എന്തായാലും ഇന്ന് തന്നെ N ശക്തൻ ചുമതലയേൽക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് പുറത്ത് അറിയാൻ കഴിയുന്നത്. കാരണം ഇനി ഒരുപാട് സമയമോ കാലവും ഇല്ല. അതിനു മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ വേഗത്തിൽ ഈ വോട്ടർ പട്ടികയുടെ പേര് ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് നീങ്ങണം. ഒപ്പം DCC പ്രസിഡന്റിൻ്റെ ചുമതല എന്ന നിലയ്ക്ക് പാർട്ടിക്കകത്ത് ഒരു ഏകീകൃത സ്വഭാവം ജില്ലയിൽ ഒന്നടങ്കം ഉണ്ടാകണം. നേരത്തെ തന്നെ പല സ്ഥലങ്ങളിലും വിഭാഗീയത ഉണ്ടായിരുന്നു. ആ വിഭാഗീയത പരിഹരിക്കാൻ N ശക്തനെ കൊണ്ട് കഴിയും എന്നുള്ള പ്രതീക്ഷയുണ്ട്. കാരണം N ശക്തൻ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളല്ല, നേരത്തെയും അങ്ങനെ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ശക്തന് വലിയ തരത്തിലുള്ളൊരു പ്രവർത്തനം ജില്ലയിൽ കാഴ്ചവെക്കാനുള്ള കഴിയുമെന്നുള്ള പ്രതീക്ഷയും KPCCക്കും AICCക്കുമുണ്ട്. തീർച്ചയായും ഈ ഒരു പാലോട് രവിയുടെ ഫോൺ സംഭാഷണം ഏറെ വിവാദമായ ഒരു സാഹചര്യത്തിലാണ് ഇന്നലെ രാജി ആവശ്യപ്പെട്ടത്, അല്ലെങ്കിൽ രാജി സമർപ്പിച്ചത്. അത് വലിയ രീതിയിൽ ഒരു പാർട്ടീനെ ഒരു സംഘടിതമായ ഇതിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാജിയിലേക്ക് കടന്നത്. അതിനുശേഷം ഇപ്പോൾ ആരായിരിക്കും അടുത്ത DCC ചുമതല വഹിക്കുന്ന ആൾ എന്നൊരു ചോദ്യം നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് മുൻ നിയമസഭാ സ്പീക്കറായ N ശക്തനാണ് ഈ ഒരു ചുമതല വഹിക്കുന്നത്. അതുപോലെ തന്നെ ബിനോയ്, ഇതിനോടൊപ്പം നമുക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ ഒരു ഫോൺ സംഭാഷണം നടത്തിയ, അല്ലെങ്കിൽ ഈ ഒരു പാലോട് രവിയുമായി ഫോൺ സംഭാഷണം നടത്തിയ
ആൾക്കെതിരെയും ഈ ഒരു നടപടി സ്വീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം നമുക്ക് ഇന്നലെ ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു. മൂന്നാം തവണയും LDF അധികാരത്തിൽ വരും, അല്ലെങ്കിൽ കോൺഗ്രസ് എടുക്കാച്ചിറക്കാകും എന്നടക്കമുള്ള ഒരു കാര്യങ്ങൾ ഏറെ വിവാദം തന്നെ ഉണ്ടാക്കി, അല്ലെങ്കിൽ പാർട്ടിയിൽ തന്നെ ഒരു ഭിന്നത സൂചിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതോടുകൂടിയാണ് ഈ ഒരു രാജിയിലേക്ക് കടന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ ബ്ലോക്ക് ഭാരവാഹിയായ ജലീലും ഒപ്പം തന്നെ പാലോട് രവിയുമാണ് 3 മാസം മുമ്പ് ടെലഫോണിലൂടെ ഇങ്ങനെ ഒരു സംഭാഷണം നടത്തിയത്. അത് പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു. ഈ സംഭാഷണത്തിൽ രണ്ടുപേരും വിഭാഗീയപരമായ ഒരു ചർച്ചയാണ് നടത്തിയിരുന്നതെന്നാണ് KPCCയുടെ വിലയിരുത്തൽ. ജലീലിൻ്റെ ഭാഗത്ത് നിന്നും ഒപ്പം പാലോട് രവിയുടെ ഭാഗത്ത് നിന്നും വലിയ തരത്തിലൊരു വിഭാഗീയമായ നീക്കം, ഒരു ചർച്ച നടന്നിരിക്കും എന്നുള്ളതാണ് KPCC കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് KPCC DCC ഭാരവാഹിയായിരുന്ന പാലോട് രവിയോട് ഒരു വിശദീകരണം തേടിയത്. എന്നാൽ ആ വിശദീകരണത്തിൽ തൃപ്തിയല്ല എന്ന് കണ്ടെത്തതുകൊണ്ടാണ് മറ്റു നടപടികളിലേക്ക് കടക്കും മുമ്പ് തന്നെ പാലോട് രവി രാജി നൽകിയത്. അതേസമയം ജലീലിനെയും പാർട്ടിയിൽ നിന്നും താൽക്കാലികമായി സസ്പെൻഡ് ചെയ്ത് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് കൃത്യമായ ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനമായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി പാലോട് രവിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ട്. ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് പാലോട് രവി ആയിരുന്നു അന്ന് DCC അധ്യക്ഷൻ. ആ സമയത്തും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ മത്സരിച്ച PS പ്രശാന്ത്, കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച PS പ്രശാന്തിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി DCC പ്രസിഡന്റായ പാലോട് രവി ശ്രമിച്ചു എന്ന തരത്തിൽ ഒരു വലിയ ആരോപണം ഉയർന്നു വന്നിരുന്നു. കാരണം തുച്ഛമായ വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അവിടെ നിന്നും CPIയുടെ സ്ഥാനാർത്ഥി GR അനിൽ വിജയിച്ചത്. അത്തരത്തിൽ വോട്ട് കുറയാൻ ഇടയായ സാഹചര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാജിക്ക് പാലോട് രവി തയ്യാറായിരുന്നെങ്കിലും പിന്നീട് ആ രാജിയിൽ നിന്നും അദ്ദേഹത്തെ നേതാക്കന്മാർ തന്നെ പിന്തിരിപ്പിക്കുകയായിരുന്നു. അത്തരത്തിൽ ഒരു രാജി വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ് AICC നേതാക്കൾ പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ച് ദേശഭക്തി ഗാനം തെറ്റായി ചൊല്ലിയത്. അതിലും വലിയ തരത്തിലുള്ള പരാമർശങ്ങൾക്കും KPCC നേതൃത്വത്തിന് നേരെയുള്ള തന്നെ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഏറ്റവും അവസാനമായി ഇപ്പോൾ ഇതുകൂടി ആയപ്പോഴേക്കും KPCC തന്നെ വലിയ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് രാജി ആവശ്യപ്പെട്ടതെന്നാണ് നമുക്ക് അറിയുവാൻ കഴിയുന്നത്. എന്തായാലും പാലോട് രവിയെ സംബന്ധിച്ചുള്ള വൃത്തങ്ങൾ പറയുന്നത് പാലോട് രവി പാർട്ടി വിട്ട് പുറത്തേക്ക് പോകാനുള്ള സാധ്യത വിരളമാണ്. അദ്ദേഹം പാർട്ടിക്കൊപ്പം തന്നെ നിൽക്കും. തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അല്ലെങ്കിൽ ചർച്ചയിൽ ഉണ്ടായിരുന്ന ഒരു പോസിറ്റീവ് സൈഡിനെ കുറിച്ച് ചിന്തിക്കാതെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങൾ മാത്രമാണ് ചിന്തിച്ച് പ്രവർത്തിച്ചതെന്നാണ് വിലയിരുത്തൽ. എന്തായാലും ഇത്തരത്തിലുള്ള ഒരു നീക്കം പാലോട് രവിയുടെ ഭാഗത്തുനിന്നുണ്ടായത് പാർട്ടിക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യും. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ്, തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഒരു വേളയിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നത് പാർട്ടി അണികളിൽ തന്നെ ഒരു പിന്നോട്ടടിക്കൽ നയത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം DCC അധ്യക്ഷൻ തന്നെ പാർട്ടിക്കെതിരെ പറയുന്ന ഒരു സാഹചര്യത്തിൽ അണികൾ എത്ര കണ്ട് പാർട്ടിയിൽ വിശ്വസിക്കും എന്ന തരത്തിലുള്ള ചർച്ചകളൊക്കെ KPCC നേതൃത്വത്തിൽ ഉയർന്നു വന്നിരുന്നു. നേരത്തെ തന്നെ വയലാർ രവിക്കെതിരെ വിഭാഗീയ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്ന തരത്തിൽ വലിയ വിവാദങ്ങളും ജില്ലയിൽ തന്നെ നിലനിന്നിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴേക്കും പാലോട് രവിയിൽ നിന്നും രാജി വാങ്ങിയത്. ശരി. തിരുവനന്തപുരം DCC ചുമതല മുൻ നിയമസഭാ സ്പീക്കർ N ശക്തന് പാലോട് രവി രാജിവെച്ചതിനെ തുടർന്നാണ് ശക്തന് ചുമതല നൽകിയിരിക്കുന്നത്. 13ാം കേരള നിയമസഭയുടെ സ്പീക്കറും കാട്ടാക്കട മണ്ഡലത്തിൽ നിന്നുമുള്ള മുൻ MLAയുമാണ് N ശക്തൻ. ഇതേ നിയമസഭയിലെ തന്നെ മുൻ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു ഇദ്ദേഹം. G കാർത്തികേയന്റെ നിര്യാണത്തോടെയാണ് ഇദ്ദേഹം 2015 മാർച്ച് 12-ന് സ്പീക്കറായി തിരഞ്ഞെടുത്തത്. പാലോട് രവി ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചതിന് ശേഷം, ഫോൺ സംഭാഷണം ഏറെ വിവാദമായതിനു ശേഷം ഇന്നലെ രാജിവെക്കുകയായിരുന്നു. തുടർന്ന് ആരായിരിക്കും അടുത്ത തിരുവനന്തപുരം DCC ചുമതല നിർവഹിക്കുന്ന ആൾ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം DCC ചുമതല മുൻ നിയമസഭാ സ്പീക്കറായിരുന്ന N ശക്തന് നൽകിയിരിക്കുകയാണ്. D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.